ഭാര്യ മരിച്ച പിന്നെ മുതലാളിയുടെ സ്വഭാവം ആകെ മാറിയത്. കുടി തന്നെ. എങ്ങോട്ട്? അടുത്ത മുറി കൊടുക്കരുത്. അതൊന്നും നീ അറിയണ്ട, കൊണ്ടുപോകും. അച്ഛാ, വേലപ്പൻ ഇന്നലെ അച്ഛന്റെ കിടക്കയിൽ നിന്നു എന്നെ മാറ്റിക്കിടത്തി. ഇതെന്തിനാണ് എന്റെ മുമ്പ് വയ്ക്കുന്നത്? മുതലാളിയെ ഓർമ്മിപ്പിക്കാൻ. എന്നും കാലത്ത് ഞാനാണല്ലോ ഇതെല്ലാം വാരിക്കളയുന്നത്. ഇനി എനിക്ക് വയ്യ. വേലപ്പ, കുടിച്ച് കുടിച്ച് മുതലാളി ശരീരം കേടുവരുത്തി. ഒപ്പിരാത്തതിന് എടാ ധിക്കാരം പറയുന്നു. പോകാൻ പോകും മുതലാളി. ഒപ്പോ ഇന്നലെ രാത്രി കൂടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് എന്റെ ചുമലിൽ കിടന്ന ശാന്തിമണി ഇറക്കി വിട്ടേക്കൂ. എന്നിട്ട് മുതലാളി ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ആ കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് മുതലാളി. വെള്ളപ്പനത് സഹിക്കില്ല. അടുത്ത ദിവസം ശാന്തിമോളെ കോൺവെന്റിൽ ചേർത്തു. പിന്നീട് ഈ വീട്ടിൽ അന്തിയുറങ്ങിയ പെണ്ണുങ്ങൾക്ക് കണക്കില്ല. ഇപ്പോഴത്തെ മാനേജർ രാജഗോപാലനാണ് കൊണ്ടുവരിക. പാതിരാക്ക് പുലരുന്നതിന് മുമ്പ് അവറ്റ പോവുകയും ചെയ്യും. എന്നാൽ ഇവൾ പോയില്ല. പിന്നീട് ഒരുത്തി അതിനകത്ത് കയറ്റിയതുമില്ല. മുതലാളി മരിക്കുന്നവരെ. മരിച്ചതല്ല, ഇവൾ കൊന്നതാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എന്തൊരു ശക്തനായിരുന്നു മുതലാളി. അങ്ങേർക്ക് പോലും ഇവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എന്റെ ശാന്തിമോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഞാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. വേലമ്മ, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ആ പെണ്ണിനിപ്പോ എങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവും കാണുന്നില്ല സാർ. കുത്തിവെച്ചാൽ കുറെ നേരം മയം കിടക്കും. പിന്നെയും പഴയ നില തന്നെ. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല സാർ. എങ്കിൽ ആ ചികിത്സ നമുക്ക് തന്നെ ഏറ്റെടുക്കണം. ഇനി താമസിച്ചാൽ പറ്റില്ല. മനസ്സിലായോ? ഉഷമലരികൾ തൊഴുതുണരും ഉപവനങ്ങൾ നിറപൊലിയുടെ സ്വരമുയരും ശ്രുതിലയങ്ങൾ ഇവിടെ ജീവിതം ധന്യം ഹൃദയം ആഹ്ലാദ മന്ദിരം. ശാന്തിമോളെ, ശാന്തിമോളെ, ഞാനാണ് മോളെ. ഞാനാണ് വേലയ്യ. അല്ല, വേലപ്പൻ. വേലപ്പനോ? വേലപ്പൻ. വേലപ്പ, മോളെ, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. എനിക്ക് വയ്യ. പ്ലീസ്, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. പ്ലീസ് വേലപ്പ. അമ്മേ, അയ്യോ 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 എന്നെ പോട്ടു സാറേ. അയ്യോ എന്നെ പോട്ടു സാറേ. എന്നെ തല്ലരുത് സാറേ. ഞാൻ മരുന്ന് വാങ്ങിച്ച് മുറിക്കാൻ ഇരുന്നപ്പോ
അവിടെ ആരും കണ്ടില്ല. എനിക്ക് വെറുതെ കുഞ്ഞല്ലേ ഏതാണ്ടൊക്കെ പറഞ്ഞു. അയ്യോ അയ്യോ എന്റെ പൊന്നു സാധനം തന്നെ ശരീരത്തിന് തീരെ വയ്യ. നിന്റെ അസുഖം ഞാൻ മാറ്റാടാ. ഇനി മേലാൽ ഈ മുറിക്കകത്ത് കയറരുത്. വയ്ക്കോ. വേലമ്മ, നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അത് കയ്യില്? കാണട്ടെ, കാണിക്കാൻ. ഓഹോ, മരുന്നാണ്. ഡോക്ടർ ശാന്തിക്ക് നിർദ്ദേശിച്ചായിരിക്കും. അതോ മറ്റുവല്ലവൻ തന്നേക്കാണ്? കുഞ്ഞിന് ഉറക്കം കിട്ടാൻ രാജഗോപാലന്റെ സഹായം അല്ലേ? ശാന്തി ഒരിക്കലും ഉണരാത്ത വിധത്തിൽ ഉറക്കിക്കിടത്തേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനല്ലേ ആ ഡോക്ടർ ഇവിടെ വരുന്നത്? അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇത്തരം വിട്ടിത്തനങ്ങൾ കാണിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് വേലമ്മയ്ക്ക് അറിയാമോ? മരണം വരെ ജയിലിൽ കഴിയുക, അല്ലെങ്കിൽ കൊലമരത്തിൽ കയറുക. വേലമ്മയ്ക്ക് ഇഷ്ടമാണ് കണ്ണു തുറച്ച് നാക്ക് നീട്ടി കൊലമരത്തിൽ കയറാൻ? അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നാളെ മുതൽ രാമുണ്ണി ഉണ്ടായിരിക്കും വേലയിന് പകരം തന്നെ സഹായിക്കാൻ. പൊയ്ക്കോളൂ. എനിക്ക് വേണ്ട. മര്യാദക്ക് അനുസരിക്കുന്ന നല്ലത്. ഇല്ല. തൊട്ടുപോരുത് രാമുണ്ണി. എന്നെ തടയാൻ മാത്രം നീ വളർന്നു. അവനെ പിടിച്ച് മാറ്റൂ. അവൻ എന്നെ തല്ലിയത് നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരേന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരയനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങളെന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാഗസംഗമം രാമൻ മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമണി, എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ പോടാ.